ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴ് ഇന്ന് കുറച്ച് വെണ്ടയ്ക്കയും പിന്നെ ഒരു ഉരുളക്കിഴങ്ങും പിന്നെ ഒരു മുട്ടയും ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈ വെണ്ടയ്ക്കൊക്കെ ഇഷ്ടമല്ലാത്തവർ പോലും കഴിക്കും കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റിയാണ്. എന്നാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലെ ഓള് തന്നെ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടേ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കുവേ വെണ്ടയ്ക്കെല്ലാം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് ചേർത്ത് കൊടുക്കാവേ. ചേർത്തിട്ട് ഈ വെണ്ടയ്ക്ക് നന്നായിട്ടൊന്നങ്ങ് വേവിച്ചെടുക്കണം. ഇതുപോലെ കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴേക്കും ഈ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒന്ന് വേവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാവേ. ഇപ്പോൾ ദാണ്ടെ വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ പാകം വരെയൊക്കെ ഒന്ന് മതിയാവും. അപ്പോൾ ദാണ്ടെ ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പം ഇതുവരെയൊക്കെ ഒന്ന് മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് ഇതെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ദാണ്ടെ ഞാൻ എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. വീണ്ടും അതേ പാനിലോട്ട് തന്നെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു കിഴങ്ങ് ദാണ്ടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് കുറച്ച് ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി ആ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാവേ. അപ്പോൾ അടച്ചു വെച്ചാൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. ഇപ്പോൾ ദാണ്ട നമ്മുടെ കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാവേ. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാനൊന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് മാത്രം എണ്ണ ചേർത്താൽ മതിയാവും. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം ചെറിയ ജീരകം ഒന്നിട്ട് പൊട്ടിക്കാം. ഇനി കുറച്ച് വെളുത്തുള്ളി അല്ലിയും കൂടെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 വെളുത്തുള്ളി അല്ലി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ പച്ചമണം മാറുന്നവരെയും ഒന്ന് ചെറുതായിട്ടൊന്നങ്ങ് റോസ്റ്റാക്കി എടുക്കാം. ദാണ്ടെ ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സവാള, അത് ചെറിയ സവാളയാണ് കേട്ടോ എടുത്തേക്കുന്നത്, അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നീളത്തിലോ കുഞ്ഞിതായിട്ടോ എങ്ങനെ വേണമെങ്കിലും അരിയാട്ടോ, അതൊന്നും ഒരു കുഴപ്പമില്ല. അരിഞ്ഞിട്ട് ചെറുതായിട്ടൊന്നങ്ങ് വഴറ്റി ചേർത്ത് കൊടുക്കാവേ. അപ്പം ഒരുപാട് കളറൊന്നും മാറ്റണ്ട, ചെറുതായിട്ടൊന്ന് വെന്തൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമല്ലോ, ആ ഒരു സ്റ്റേജ് വരെയും ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ദാണ്ടെ ഇതുവരെയൊക്കെ ഒന്ന് മതിയാവും. ഇനി ഇതിലേക്ക് ഒരു കുഞ്ഞി തക്കാളിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുവരെയും ഇതുപോലെ വെണ്ടയ്ക്ക ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വെണ്ടയ്ക്കൊക്കെ ഇങ്ങോട്ട് മാറ്റി വെക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. അവർ വരെ കഴിച്ചു പോവും. അപ്പോൾ തക്കാളിയൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയൊക്കെ ഒന്ന് മതിയാവേ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് വേറെ പൊടികളൊന്നും ഞാൻ ചേർക്കുന്നില്ല. അപ്പം ഈ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഇത് എല്ലാം കൂട്ട് സൈഡിലോട്ടൊന്ന് അങ്ങോട്ട് ഒതുക്കി വെച്ച് കൊടുക്കാവേ. അപ്പം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇനി ഇതിൽ എണ്ണയൊന്നും ചേർക്കണ്ട. അല്ലാത്ത കടായി വല്ലതും ആണെങ്കിൽ കുറച്ച് എണ്ണയൊന്ന് ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ ഈ മുട്ടയൊന്ന് ചേർക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 മുട്ടയൊക്കെ ചേർക്കാം. ഞാൻ ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ മുട്ട ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ അതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്നെങ്കിൽ ചിക്കി എടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചിക്കിയിട്ട് ഇനി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റി ഈ മുട്ടയൊക്കെ നന്നായിട്ട് വേവുന്ന വരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ട മുട്ടയൊക്കെ നന്നായിട്ടൊന്നങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവമൊക്കെ ആകുമ്പോഴേക്ക് ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ഫ്രൈ ആക്കി വേവിച്ച് വെച്ചേക്കുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങും ആ വെണ്ടയ്ക്കയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഓൾറെഡി ഇതെല്ലാം നന്നായിട്ട് വേവിച്ച് വെച്ചേക്കുന്നതാണ് ആയതുകൊണ്ട് ഇനി കുറച്ച് പണി മാത്രമേ ഉള്ളൂ. എല്ലാം ഒന്ന് മിക്സ് ആക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഈ സമയം നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക ഒന്നും വേവിച്ചപ്പോഴും നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാവേ.
അപ്പം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നിങ്ങൾക്ക് ആദ്യമേ ചേർക്കാം കേട്ടോ, ഞാനങ്ങ് മറന്നുപോയതാണ്, അതാണ് അവസാനം ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കൂ കേട്ടോ ഇടയ്ക്കൊക്കെ. അപ്പോൾ ഈ വെണ്ടയ്ക്ക കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ കഴിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെയും ഇങ്ങനെ ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ. അപ്പം ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പം ഇനിയും കാണാടോ. ബൈ.